എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ മുമ്പിലാണ്. ആഴംകോണം എന്ന് പറയുന്ന ജംഗ്ഷനാണിത്. ഇത് കലമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ജംഗ്ഷനാണ്, കടുവാപ്പള്ളി എത്തുന്ന മുമ്പേ. ഇവിടെ ഈ മുന്നിൽ മൊത്തം മണ്ണുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഒരു ഓവർപാസിൻ്റെ പണി ആരംഭിക്കുന്നതായിരിക്കും. ഫ്രണ്ടിൽ JCB നിന്ന് ഡ്രൈനേജിൻ്റെ വർക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. നമ്മളിവിടെ നിന്ന് കടമ്പാട്ടുകോണത്തിലേക്കായിരിക്കും പോകുന്നത്. കൂടുതലും സർവീസ് റോഡ് വഴിയായിരിക്കും നമ്മൾ പോകുന്നത്, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പണി കിടക്കുന്നത്. ഇവിടെ ഒരുപാട് മണ്ണുകൊണ്ട് കൂട്ടിയിട്ടിരുന്നു. അതും ഇപ്പം കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മൊത്തം വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഓവർപാസിൻ്റെ പണി ആരംഭിക്കും. ഇവിടെ സൈഡ് വാളിൻ്റെ പണി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. സൈഡ് വാൾ കെട്ടിപ്പോകുന്ന മുമ്പ് ഒരു ഫൗണ്ടേഷൻ പോലെ ഇടും. ആ ഫൗണ്ടേഷന് വേണ്ടിയുള്ള കുഴിയാണ് ഇട്ടിട്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ജോലിയൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇനി ടാറിങ് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാവും, ഡ്രൈനേജിൻ്റെ ലെവലിനൊപ്പം തന്നെയാണ് റോഡിൻ്റെ ലെവൽ. ഇനി ടാറിങ് മാത്രമാണ് ബാക്കിയുള്ളത്. ടാറിങ് ചെയ്യാനുള്ള വണ്ടിയൊക്കെ വന്ന് വലത്തെ സൈഡിൽ കിടപ്പുണ്ട്. അലമ്പലം കഴിഞ്ഞ് കുറച്ച് ദൂരം അവർ ടാർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ ഇട്ടാക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഉടനെ ഇനി ഇവിടെയാണ് ടാർ ചെയ്യുന്നത്. ഇവിടെ വലത്തെ സൈഡ് കുറേ ദൂരത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് കലമ്പലം ജംഗ്ഷൻ വരെയാണ് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും സർവീസ് റോഡിൻ്റെ പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. 2 ദിവസമായിട്ട് മഴയുണ്ട്, ഇവിടെ പണി നടക്കുന്നില്ല. മഴ വന്ന് ഇവിടെ കുറച്ച് സ്ഥലം താന്നു പോയിരുന്നു. JCB വന്ന് കോരി മാറ്റിയിട്ടുണ്ട് മണ്ണ് മൊത്തം. ഇനി പുതിയ മണ്ണ് കൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഈ റോഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയ കാണാം. ഇവിടെ കല്ലമ്പലത്ത് വലിയൊരു അണ്ടർപാസ്സാണ് വരുന്നത്. അതിന് ഇടത്തെ സൈഡിലുള്ള പില്ലറിൻ്റെ എല്ലാം പണി തീർന്നു. പില്ലർ ഗ്യാപ്പ് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ വലത്തെ സൈഡ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എൻ്റെ ഗേഡറെല്ലാം അവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പം റീസെൻ്റായിട്ട് 2 പുതിയ ഗേഡേഴ്സും കൂടെ അവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത സൈഡ് പാറോട് ശാലയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ പണി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ 2 ഗേഡേഴ്സാണ് ഏറ്റവും അവസാനം പ്രീ കാസ്റ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ വലത്തെ സൈഡ് മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3 ലോഡ് മണ്ണോളം കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ ആവായംകുളം ഒട്ടുപാലത്തിൻ്റെ അടുത്താണ് നിൽക്കുന്ന. ഇവിടെ വലിയൊരു കൾവേട്ടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കൾവേട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇപ്പുറത്തിലെ മണ്ണ് കൊണ്ടൊന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തട്ടുപാലം അണ്ടർപാസിൻ്റെ അടുത്താണ്. ഇവിടെ സൈഡ് വാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ടിപ്പറിൽ മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ അടുത്ത സൈഡ് ഒരു കൾവേർട്ടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ താഴെ ഭാഗത്തുള്ള കൾവേർട്ടിൻ്റെ പണി തീർന്നു. ഇനി അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് പുരോഗമിക്കുള്ളത്. സർവീസ് റോഡ് തുറന്നെടുത്ത ശേഷം മാത്രമേ മെയിൻ റോഡിൻ്റെ താഴ്വശം കൾവേർട്ട് വരുന്നതിൻ്റെയൊക്കെ പണി തുടങ്ങും. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഈ ഏരിയയിൽ മെയിനായിട്ട് പണി നടക്കണമെന്ന് വെച്ചാൽ സൈഡ് വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇനി മണ്ണിട്ട് നികത്താണ്ടുണ്ട്. ഇപ്പം നമ്മൾ ഭാരത് പെട്രോളിയമിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഡ്രൈനേജിൻ്റെയൊക്കെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഇവിടെ ഇപ്പം സൈഡ് വാൾ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ലെയർ RC പാനൽ വെച്ചിട്ടേ ഉള്ളൂ. ആദ്യം ഒരു ഫൗണ്ടേഷൻ ഇടും, പിന്നെയാണ് അതിൻ്റെ മേലിലാണ് RC പാനൽ അവിടെ വയ്ക്കുന്നത്. ഇവിടെ കാണാം ഫസ്റ്റ് ലെയർ ഓഫ് RC പാനലാണ് അവർ വെച്ചേക്കുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ക്രെയിനൊക്കെ വന്ന് ഒരു വീണ്ടും വർക്ക് തുടങ്ങിയിരുന്നു. ഈ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വലത്തേ സൈഡ് ഒരു RC പാനൽ പൊക്കി തുടങ്ങിയതാണ്. 2 ദിവസം മഴ പെയ്തിട്ട് അവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പുറത്തെ സൈഡിൽ പോയി RC പാനൽ വെച്ച് തുടങ്ങിയത്. ഇവിടുത്തെ ഈ വെള്ളമൊക്കെ ഒന്ന് താഴ്ന്നു വരുമ്പോൾ അവർ വീണ്ടും ഇവിടെ വന്ന് RC പാനൽ വീണ്ടും പൊക്കി തുടങ്ങുന്നതായിരിക്കും. ഇവിടെ സൈഡിൽ സർവീസ് റോഡും ഡ്രൈനേജ് വർക്കൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആണ്. ഈ സർവീസ് റോഡ് ടാർ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ 28-ാം മൈലിൻ്റെ അടുത്താണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും വലത്തെ സൈഡെല്ലാം സൈഡ് വാളിൻ്റെ നിർമ്മാണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രെച്ച് മൊത്തം സൈഡ് വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ മെയിനായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡ് എല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെറ്റിലിട്ട് ടാർ ചെയ്യാവുന്ന ജോലി മാത്രമേ ബാക്കിയുള്ളൂ.
ഇവിടെ വലിയൊരു അണ്ടർപാസ്സാണ് വരുന്നത്. ഈ അണ്ടർപാസിൻ്റെ താഴെ തന്നെ ഒരു കൾവേർട്ടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ നിർമ്മാണമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡ്രൈനേജ് മാത്രം കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ വലത്തെ സൈഡ് മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നല്ല ഹൈറ്റിൽ തന്നെ നിരത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുൻവശത്ത് തന്നെ പാറയും ഒരുപാട് പൊട്ടിച്ച് മാറ്റാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെയും പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ നിർമ്മാണം ബാക്കിയുണ്ടായിരുന്നു. അത് പാതി ദൂരത്തോളം അവർ പണി തീർത്തിട്ടുണ്ട്. ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ പണി തീർത്തിട്ട് വേണം റോഡ് ഡൈവേഷൻ ചെയ്യാൻ. ഇത് ചെയ്തതിന് ശേഷം മാത്രമേ മധ്യഭാഗത്തുള്ള കൾവേർട്ടിൻ്റെ പണി പൂർത്തീകരിക്കൂ. ഇപ്പം നമ്മൾ കടമ്പാട്ടുകോണം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം റീച്ച് കഴക്കൂട്ടം തൊട്ട് കടമ്പാട്ടുകോണം വരെയാണ്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.